ജനകീയ പ്രതിരോധ സമിതിയുടെ ഈ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യാനെടുത്ത 4 വിഷയങ്ങളിലെ 4ാമത്തെ വിഷയമാണ്, 4ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഞാൻ വേറെ പ്രസംഗത്തിനൊന്നും പോകുന്നില്ല. ഒരു കാർഷിക മേഖലയുടെ പ്രതിസന്ധിയും കർഷകരെ കുറിച്ചുള്ള ഒരു സെഷനാണിത്. ഇവിടെ അവതരിപ്പിക്കുന്നത് തൊടുപുഴ കരിക്കുതക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, കരിക്കുത്തം എന്ന് പറഞ്ഞാൽ പിന്നെ കൃഷിയല്ലാതെ വേറെ ഒന്നുമില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഒന്നാന്തര കൃഷിക്കാരനും ഒരു കർഷക ആക്ടിവിസ്റ്റും ഈ ജനകീയ പ്രതിരോധ സമിതിയുടെ ഭാരവാഹി കൂടിയാണ് അദ്ദേഹം. കർഷകരെ പറ്റി സംസാരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ മനുഷ്യൻ. ഹൃദയപൂർവ്വം നമ്മുടെ ഇത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി വിനോദ് കുമാറിനെ ക്ഷണിച്ചു. ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചത്ര വലിയ കർഷകനോ ഒന്നുമല്ല. എന്നാൽ ഉപജീവനത്തിനായി കൃഷി ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ്. കാർഷിക മേഖലയിലെ പ്രതിസന്ധികളെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റ് മേഖലയിലുള്ള ജീവനക്കാരുടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിൽ മേഖലയിലുള്ള ആളുകളുടെയോ ഒരു പ്രശ്നത്തിൻ്റെ രീതിയിൽ അതിനെ കാണാനും നമുക്ക് പലപ്പോഴും കഴിയുകയില്ല. കാരണം അതിൻ്റെ ആഘാതം ഏത് അളവിൽ വരും ഒരു കർഷകന് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു കൃഷി വിശ്വസിച്ച് ആർക്കെങ്കിലും ഇന്ന് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അങ്ങനെ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞു പോയ ഓണം സീസണിൽ ധാരാളമായിട്ട് ആ മാർക്കറ്റിനെ ലക്ഷ്യം വെച്ച് വാഴ കൃഷി ചെയ്ത ആൾക്കാരുണ്ട്. വാഴയ്ക്ക് എല്ലാ പരിചരണവും കൊടുത്ത് ആ സമയത്തേക്ക് വാഴക്കൊല റെഡിയാക്കി കൊണ്ടുവരുമ്പോൾ 20 രൂപയ്ക്ക് പോലും വാഴക്കൊല വിൽക്കാൻ കഴിയാത്തൊരവസ്ഥ കിലോയ്ക്ക്. ഇപ്പോൾ കൃഷിപ്പണിക്ക് പുറമെ മിക്കവാറും ആളുകൾക്ക് പശു വളർത്തൽ കാണും. അപ്പോൾ 4 മണിയാകുമ്പോഴേ എണീക്കണം. എണീച്ച് അതിനെ കുളിപ്പിച്ച് പാല് കറന്ന് സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ കൊണ്ട് കൊടുത്ത് പിന്നെ അതിന് പുല്ല് വെട്ടാൻ പോകണം. അതിനിടയ്ക്ക് റബ്ബർ വെട്ടാനുണ്ടെങ്കിൽ റബ്ബർ വെട്ടാൻ പോകണം, അതിൻ്റെ പാലെടുക്കാൻ പോകണം. അത് കഴിയുമ്പോഴത്തേനും വീണ്ടും ഈ പശു ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ വീണ്ടും പോകണം. ശരിക്കും പറഞ്ഞാൽ വേറെ ഒരാൾ ഒരു ബന്ധു മരിച്ചാൽ പോലെ അയാൾക്ക് ഒരു സ്വസ്ഥമായിട്ട് ആ ചടങ്ങിലൊന്ന് സംബന്ധിക്കാനോ അതല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വിളിച്ചാൽ സമാധാനമായിട്ട് അതിനകത്ത് പോയി സുഹൃത്തുക്കളോടൊക്കെ നിന്ന് സംസാരിച്ച് സന്തോഷപൂർവ്വം തിരിച്ചു വരാനൊന്നും കഴിയാത്ത അത്രയും ടെൻഷനിൽ അല്ലെങ്കിൽ അത്രയും സമ്മർദ്ദത്തിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുക. ഏത് മേഖലയിലുള്ള കർഷകൻ്റെ കാര്യമായാലും ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ള കാർഷിക മേഖലയിൽ പക്ഷേ സാധാരണപ്പെട്ട കർഷകന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എങ്കിൽ പോലും വൻകിട കോർപ്പറേറ്റുകൾ ഇപ്പോൾ ഈ മേഖല നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീക്കുകയും അതിന് സഹായകരമായ നിയമങ്ങൾ ഉണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിൻബലത്തിൽ ശ്രമിക്കുകയും ചെയ്ത് അങ്ങനെ നിയമങ്ങൾ പാസ്സാക്കി രംഗത്ത് വരികയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ കർഷകരെ സംഘടിക്കുവാനും സമരം ചെയ്യുവാനും ഒക്കെ തുടങ്ങിയത്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കർഷക സംഘടനയുടെയോ ഒന്നും ലേബലിലായിരുന്നില്ല കർഷക സമരത്തിനിറങ്ങിയത്. ഇപ്പോൾ എങ്ങനെയാണോ വിദ്യാർത്ഥികൾ ഡൽഹിയുടെ ജന്തർ മന്ദറിൽ സമരം തുടങ്ങിയത്, അതേപോലെ തന്നെ സ്വമേധയാ അവർ രംഗത്ത് വരികയായി. അപ്പോൾ അത്തരത്തിലുള്ള കൂട്ടായ്മകൾ രൂപപ്പെട്ട് വരുന്നത് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി വന്നതുകൊണ്ടാണ്. എനിക്ക് പറയാനുള്ള പ്രാഥമികമായ ചിന്തകളിൽ വന്ന കുറച്ച് പോയിന്റുകൾ ഒരു കുറിപ്പെന്ന നിലയിൽ നിങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ വിലയുടെ പ്രശ്നം ആദ്യത്തെ പോയിന്റിൽ തന്നെ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉൽപ്പന്നങ്ങൾക്ക് ഒരു ന്യായവില, ഏതൊരു സംഗതി ഉൽപ്പാദിപ്പിച്ചാൽ അതിനൊരു വില കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ധൈര്യപൂർവ്വം അത് കൃഷി ചെയ്യാൻ പറ്റും. അത് വാഴയാവട്ടെ, കപ്പയാവട്ടെ, അതല്ലെങ്കിൽ നെല്ലാവട്ടെ, ഗോതമ്പാവട്ടെ, എന്തുമാവട്ടെ, അതിനൊരു താങ്ങുവില, മാന്യമായ വില, അതിന് C2+50% എന്ന് പറയുന്ന ഒരു എല്ലാ കർഷകരും അല്ലെങ്കിൽ കർഷക സംഘടനകളും ഒക്കെ അംഗീകരിച്ച ഒരു ഫോർമുല എന്ന നിലയിലാണ് എൻ്റെ ഉൽപ്പാദന ചെലവ്. അത് ഇപ്പം ഞാൻ നെല്ല് കൃഷി ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ വാഴ കൃഷി ചെയ്യുവാണെങ്കിൽ അതിന് വേണ്ടി വരുന്ന മുഴുവൻ ചെലവുകളും അത് എൻ്റെ അധ്വാനത്തിനൊരു വിലയിടണം. ഞാൻ മേടിച്ച പിന്നെ വളം, അതുപോലെ മറ്റ് വിത്തിനുള്ള വില, ഇതെല്ലാം കൂടി ചേർന്ന് കർഷകന് ന്യായമായി ലഭിക്കേണ്ടുന്ന ഒരു ന്യായവില. 100 രൂപ ചെലവ് വന്നാൽ
അതിൻ്റെ കൂട്ടത്തിൽ ഒരു 50% കൂടി ചേർത്ത് 150 രൂപ ലഭിച്ചാലേ അവന് കാർഷിക മേഖലയിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ യാഥാർത്ഥ്യമാണ് ഈ C2+50% എന്ന ഫോർമുലയിൽ വില കിട്ടണം എന്ന് ആവശ്യപ്പെടുന്നത്. അതേപോലെ അതിൻ്റെ ഉൽപ്പാദന മേഖലയിൽ ചിലവാകുന്ന തുക, അതിൻ്റെ അളവ് ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. വിത്തിനും വളത്തിനുമൊക്കെ വളത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഭീമമായ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ഓരോ പ്രാവശ്യവും വില വർദ്ധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വില വർദ്ധിക്കുന്നതിന് ആനുപാതികമായി ഉൽപ്പന്നത്തിന് വില കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നഷ്ടത്തിൽ കലാശിക്കും. കർഷകന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതേപോലെ ഇത് വളം കൃഷി ചെയ്യുന്നതിൻ്റെ ആവശ്യ സമയത്ത് കിട്ടണം. ഇപ്പം നെല്ല് കൃഷി ചെയ്ത് നിശ്ചിത ദിവസം കഴിയുമ്പോൾ ചെയ്യേണ്ട വളം പിന്നെ 2 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞോ കിട്ടിയിട്ട് കാര്യമില്ല. ആ സമയത്ത് അത് കിട്ടുകയും അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ അവന് കർഷകൻ്റെ കയ്യിൽ എത്തണം ന്യായവിലയ്ക്ക്. അപ്പം അങ്ങനെ ഒരു സംവിധാനം സത്യത്തിൽ ഇന്ന് നിലനിൽക്കുന്നില്ല. മറ്റൊരു കാര്യം, വിത്ത് ബില്ല്, സ്വതന്ത്ര വ്യാപാര കരാറുകൾ തുടങ്ങിയവ അടിച്ചേൽപ്പിക്കുന്നു. ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു വ്യാപാര കരാർ വരികയാണ്. അത് ഈ കഴിഞ്ഞ 15-ാം തീയതി ഒപ്പിടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് തൽക്കാലം കർഷകരുടെയും ഒക്കെ ഒരു വലിയ പ്രതിഷേധം നിലനിൽക്കുന്നതുകൊണ്ടും രാജ്യത്തൊരു സമരത്തിൻ്റെ അന്തരീക്ഷം കൂടുതൽ ഉണ്ടായി വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും തൽക്കാലം ഒന്ന് പെൻഡിങ് വെച്ചിരിക്കുന്നു. പക്ഷേ അവരത് വിട്ടിട്ടില്ല. അപ്പോൾ ആ കരാറിനെ സംബന്ധിക്കുന്ന കഴിഞ്ഞ ഫെബ്രുവരി 6-നാണ് ആ കരാറിനെ സംബന്ധിക്കുന്നത് ആദ്യമായിട്ട് പുറത്തേക്ക് വരുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റാണ് ഈ കരാറിനെ കുറിച്ച് ആദ്യം ജനങ്ങളോട് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ അത് ഇപ്പോഴും മൂടി വെച്ചിരിക്കുകയും. ആ കരാർ നിലവിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്കയിലെ വലിയ തോതിൽ എന്നുവെച്ചാൽ കോർപ്പറേറ്റ് ഫാമിങ്ങിലൂടെ കുറഞ്ഞ ചെലവിൽ അവർക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വലിയ തോതിൽ വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പാലുൽപ്പന്നങ്ങൾ, സോയാബീന്, പരുത്തി തുടങ്ങി അവിടുത്തെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഇറക്കുമതി തീരുവ ഇല്ലാതെയോ അല്ലെങ്കിൽ കുറഞ്ഞ ഇറക്കുമതി തീരുവയിലോ ഇന്ത്യയിലെ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കർഷകരെ ഏതെങ്കിലും അളവിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് കർഷകർ വീണ്ടും ആത്മഹത്യയിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം രാജ്യത്ത് വീണ്ടും സംജാതമാണ്. ഇപ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഈ പാർലമെൻറ്റിലൊക്കെ അവതരിപ്പിച്ച കണക്ക് തന്നെ വെച്ച് 91-ന് ശേഷം 4 ലക്ഷത്തോളം കർഷകർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഗവൺമെൻറ് കർഷകർക്ക് നിലവിൽ എന്തെങ്കിലും അളവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സബ്സിഡികളോ സബ്വെൻഷനുകളോ എല്ലാം നിർത്തിയതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ യാതൊരു ആനുകൂല്യവും കിട്ടുന്നില്ല. അമേരിക്കയിലെ അവസ്ഥ കർഷകർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അവർ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർ 2% മാത്രമേ അമേരിക്കയിൽ കർഷകരെന്ന നിലയിലുള്ളൂ എന്നാണ് ഒരു കണക്ക്. അവർക്ക് തന്നെ 13.5 ലക്ഷം മുതൽ 18 ലക്ഷം വരെ രൂപ ഓരോ വ്യക്തിക്കും ഗവൺമെൻറ്റായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്, സബ്സിഡി ആയിട്ട് കൊടുക്കുകയാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു ആനുകൂല്യമൊന്നും കൊടുക്കുന്നില്ല. ഇന്ത്യയിലെ പക്ഷേ വലിയ തോതിൽ ചെറുകിട നാമമാത്ര കർഷകരാണ് ഉള്ളത്. അവരുടെ കാര്യം വളരെ കഷ്ടതയിലാണ് നിലനിൽക്കുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് കർഷകരോടോ കർഷക സംഘടനകളോടോ ഒന്നും ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെയാണ് ഈ കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് കർഷകരിപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വന്യജീവികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. വന്യജീവി ആക്രമണത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴറിയാം, ഓരോ വർഷവും അത് വർദ്ധിച്ചു വരികയാണ്. കൃഷി നശിപ്പിക്കുന്നത് മുതൽ ആളുകളെ കൊല്ലുന്നത് വരെയുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും ഗവൺമെൻറ്റുകൾ അതിനോടൊരു നിസ്സംഗതയോ അല്ലെങ്കിൽ ഒരു നനുത്ത സമീപനമാണ് ഇപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സാറിവിടെ പറഞ്ഞു, തൊടുപുഴ കരിങ്കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ 2 വർഷം മുന്നേ വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് വനവുമായി വലിയ അടുപ്പമുള്ള സ്ഥലമല്ല, സുരക്ഷിതനാണ് ഞാൻ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ 2 വർഷം മുന്നേ എൻ്റെ വീട്ടിൽ സംഘമായിട്ട് കാട്ടുപന്നി വന്നു. 10-20ഓളം കാട്ടുപന്നി വന്ന് എൻ്റെ കപ്പയുണ്ടായിരുന്നു മുഴുവൻ കുത്തിമറിച്ച് അവന് തിന്നാവുന്നത് തിന്നിട്ട് പോയി. അപ്പം അത് വനം വേണമെന്നോ വനത്തിൻ്റെ സാമീപ്യം വേണമെന്നോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് ഞാൻ പറയുക. അപ്പോൾ എവിടെയും ആർക്കും ഇത് ഇപ്പം നെൽകർഷകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ആലപ്പുഴയിൽ 2 വർഷം മുന്നേ ചെല്ലുമ്പോൾ അവർ വലിയൊരു അഹങ്കാരത്തോടും അഭിമാനത്തോടും കൂടി എന്ന് വേണമെങ്കിൽ പറയാം, ഞങ്ങളെ മാത്രം ഈ വന്യജീവികളുടെ പ്രശ്നം ബാധിക്കില്ല.
കാരണം എല്ലായിടും വെള്ളമാണ്, തോടായി, പുഴയായി, കായലായി, കടലായി എല്ലാം അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇന്നാൾ ചെന്നപ്പോൾ പറയുകയാണ് അവരുടെ തോട്ടിൽ കാട്ടുപന്നിയെ കണ്ടു. അത് അടുത്ത കുറ്റിക്കാട്ടിലേക്ക് കയറി. ആ കാട്ടുപന്നി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് പിന്നെ അവിടെ നിന്ന് പോകാൻ പോകുന്നില്ല. കാരണം രക്ഷപ്പെടാൻ പിന്നെ വേറെ മാർഗവുമില്ലല്ലോ. അവിടെ തന്നെ അവർ ജീവിക്കേണ്ടി വരും. ഉള്ള സൗകര്യത്തിന് കഴിയാൻ തയ്യാറാണെന്നുള്ള മട്ടിൽ അവരും കൂടിയിരിക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാ ജില്ലകളിലും ബാക്കി എല്ലാ സ്ഥലത്തിനും ഏതെങ്കിലും അളവിൽ വനവുമായിട്ടൊരു സാമീപ്യമോ അല്ലെങ്കിൽ കുറച്ച് ദൂരം പോയാലുണ്ട്. അപ്പോൾ വന്യജീവികൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ കൊല്ലുന്ന രീതി ഇപ്പോൾ നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ തന്നെ നേര്യമംഗലത്തിനടുത്ത് എന്താണ് സ്ഥലത്തിൻ്റെ പേര്, ജെയിംസ്, ഒരു അമ്മച്ചി മരിച്ചപ്പോൾ പോയൊരു സ്ഥലമുണ്ട്, കാഞ്ഞിരവേലി. കാഞ്ഞിരവേലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വർഷം മുന്നേ ഒരു അമ്മച്ചിയെ അവരുടെ വീടിൻ്റെ ഒരു 50 മീറ്റർ അകലെ അവരുടെ പറഞ്ഞ് റബ്ബർ വെട്ടുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നതിനിടയിലാണ് ആന വന്ന് ആക്രമിച്ചത്. കൊന്നു, അവിടെ വെച്ച് തന്നെ സ്പോട്ടിൽ മരിച്ചു. അപ്പോൾ ആ സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും കണ്ണായ നല്ല ഫലപുഷ്ടമായ സ്ഥലമാണ്. അവിടെ നിന്നൊക്കെ ആളുകൾ രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാര മാർഗം ഉണ്ടാവണം. അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിക്കുന്ന ചില നിർദ്ദേശങ്ങൾ എന്ന നിലയിൽ നമ്മളിവിടെ പറയുകയുണ്ടായി. അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെൻറ് ഇതുവരെ ചിന്തിച്ചിട്ട് പോലില്ലാത്തൊരു കാര്യമാണ്. അത് എന്തെങ്കിലുമൊക്കെ വേറൊരു ഒരു ചേട്ടൻ ഇടുക്കി ജില്ലയിൽപ്പെട്ട ബാബു എന്ന് പറയുന്ന മൂന്നാറിന് സമീപത്തുള്ളൊരു ചേട്ടൻ മരിച്ചപ്പോൾ ഞാൻ അവിടെ പോയി. അവർ 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഒരു കൊച്ചു വീട്. ആ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോട്ടം തൊഴിലാളിയായിരുന്നു. മൂന്നാർ ടി എസ്റ്റേറ്റിലെ ജീവനക്കാരിയായിരുന്നു. അവരിൽ നിന്ന് കിട്ടിയ ചെറിയ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ താമസിക്കാൻ വേണ്ടി ഒരിടം എന്ന നിലയിൽ ഒരു 10-30 സെൻറ്റ് സ്ഥലവും അതിനകത്തൊരു ചെറിയ വീട്. അപ്പോൾ അവിടെ വന്ന് ഈ ആന ആക്രമിക്കപ്പെട്ട് ആ ചേട്ടൻ മരിച്ചു. ആ ചേട്ടന് നഷ്ടപരിഹാരം എന്ന നിലയിൽ ആ സമയം വരെ, ഞാൻ ചെല്ലുന്ന സമയം വരെ കിട്ടിയത് മരിച്ചപ്പോൾ കിട്ടിയ 50,000 രൂപ മാത്രമാണ്. അത് കഴിഞ്ഞ് ഇനി പല ആളുകളുടെയും കേസുകൾ വരുമ്പോൾ നമ്മൾ കേൾക്കുകയാണ് ഈ ചെറിയ തുക അല്ലെങ്കിൽ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് അത് തക്കാലം അങ്ങനെ നിൽക്കുകയാണ്, പിന്നീട് ബാക്കി കൊടുക്കുക പോലും ചെയ്യും. അപ്പോൾ ഈ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് 1972 തയ്യാറാക്കിയ ഒരു നിയമമാണ്. ഈ തന്നെ ഇരിക്കുന്ന നിയമത്തിൻ്റെ സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ജീവൻ, കൃഷി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പരിഗണനയും ആ നിയമത്തിൽ പറയുന്നില്ല. ഈ വന്യജീവികളെ കൊല്ലാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അത് നിഷ്കർഷിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇരയായിട്ട് ജനങ്ങൾ, കർഷകർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതപ്പെട്ട സർക്കാർ ആവട്ടെ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. ഗവൺമെൻറ്റുകൾ മാറിയും തിരിഞ്ഞുമൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവരെല്ലാം എടുക്കുന്നത് ഏതാണ്ട് സമാനമായ സമീപനം തന്നെയാണ്. 1972 ഈ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്നത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ആവശ്യകതയുമായിട്ട് അവന് നിലനിൽക്കാൻ, അവൻ കൃഷി ചെയ്യാനൊക്കെ ഉപയുക്തമാകുന്ന രീതിയിലേക്ക് അതിനെ മാറ്റേണ്ടതുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ പുതിയ നിബന്ധനകൾ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ പന്നിയൊക്കെ നേരത്തെ കൊല്ലാമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പോൾ അതും ചെയ്യാൻ പാടില്ല. മുള്ളൻ പന്നിയെ കൊല്ലാൻ പാടില്ല. എന്തിന് എലിയെ കൊല്ലുന്ന പോലെ ഇപ്പം എലിയെ കൊല്ലാൻ പറ്റുമോ? എലിയെ കൊന്നാൽ കർശനമായ ശിക്ഷ 25,000 രൂപയും അതേപോലെ 3 വർഷം വരെ തടവും കിട്ടാവുന്ന കുറ്റമാണ്. നമ്മുടെ കപ്പയ്ക്കകത്ത് ഇറങ്ങുന്ന എലിയെ കൊല്ലുന്നത് പോലും കുറ്റകരമാണ്. അതുപോലെ വന്യജീവികൾ ഈ കാടിറങ്ങി വരുന്നതിനെ സംബന്ധിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇടുക്കി ജില്ലയിലൊക്കെ ആണെങ്കിൽ പല സ്ഥലത്തും വീടുകൾ വയ്ക്കാനൊന്നും അനുമതി കൊടുക്കില്ല. അപ്പം അങ്ങനെയുള്ള മൂന്നാർ മേഖലയിൽ ഉൾപ്പെടെ വൻകിട റിസോർട്ടുകൾ ധാരാളമായിട്ട് വനത്തിനോട് ചേർന്നോ വനത്തിനകത്തോ ഒക്കെ വയ്ക്കുന്നുണ്ട്. അതൊന്നും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ബന്ധപ്പെട്ട ആളുകൾ അറിയുന്നില്ല എന്നാണ് ഭാവിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ വീട് വയ്ക്കുന്നതിന് സാധാരണപ്പെട്ട ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ അനുമതി കൊടുക്കത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങൾ മാറേണ്ടതുണ്ട്. അതുപോലെ വന്യജീവികൾക്ക് വനത്തിൽ ആവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കുന്നില്ല, പരാജയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിൽ ചെയ്യാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ്റാണ് അതിനകത്ത് ഇടപെടേണ്ടത്, ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. അതിനകത്ത് ചില രാജ്യങ്ങളൊക്കെ
ഇതിനെ ഗൗരവത്തിൽ കാണുന്ന ചില രാജ്യങ്ങളൊക്കെ ഞാനിവിടെ ലാസ്റ്റത്തെ പോയിന്റ് എന്ന നിലയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ചെയ്യുന്ന പോലെ എണ്ണപ്പെരുക്കം വന്നതോ മനുഷ്യർക്ക് ഭീഷണിയായതോ ആയ മൃഗങ്ങളെ നിയന്ത്രിതമായി വേട്ടയാടാൻ, എല്ലാത്തിനെയും കൂടെ കൊന്നുകളയാനല്ല, നിയന്ത്രിതമായി നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതിനപ്പുറത്തേക്കുള്ള അളവിലേക്ക് ഇത് പെരുകുകയോ മനുഷ്യരുടെ കൃഷിയും ജീവനും ഒക്കെ എടുക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നാൽ അതിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നിയന്ത്രിതമായ ആ സംവിധാനം നമ്മുടെ രാജ്യത്തും വന്നാൽ ഒരു പരിധി വരെ പരിഹാരമാവും എന്നുള്ള ഒരു സംഗതിയാണ് മറ്റൊന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ കർഷകരുടെ നിലനിൽപ്പ് ആദ്യം ഭദ്രമാക്കണം. മിക്കവാറും ജില്ലകളിൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ ആളുകൾ കൃഷി ഉപേക്ഷിച്ച് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാഞ്ഞിരവേലിയിൽ 450 കുടുംബങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതൊരു 150 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി 300 കുടുംബങ്ങൾ അവിടുന്ന് പലായനം ചെയ്തു. അത് മറ്റൊരാൾക്ക് വിൽക്കാമെന്ന് കരുതിയാൽ അത് കഴിയില്ല. അപ്പം ഞാൻ അന്ന് പോയതിൻ്റെ തുടർന്ന് അവിടെ ഒരു പ്രോഗ്രാം നടത്തുന്നതിനുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റർ ഒട്ടിക്കുന്ന സമയത്ത് ഒരു ചങ്ങാതി വന്ന് ഈ വിഷയം സംസാരിക്കുകയും അയാളുടെ കുടുംബം പണിത് ധാരാളം കിട്ടിയ പൈസകളെല്ലാം വീണ്ടും ഭൂമി വാങ്ങാനായിട്ട് വിനിയോഗിച്ചു. ഇപ്പോൾ 15 ഏക്കർ ഭൂമി ഈ കാഞ്ഞിരവേലിയിലുണ്ട്. കാഞ്ഞിരവേലിയിലെ ഈ ഭൂമി ഇപ്പോൾ പുള്ളിക്കൊരു ബാധ്യതയായി വന്നിരിക്കുക. ഈ ഭൂമി 1 ഏക്കർ പോലും ഒരാൾക്കും കൊടുക്കാൻ പറ്റത്തില്ല. ചെറിയ വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാലും ആർക്കും വേണ്ട. കാരണം അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ജീവന് ഭീഷണിയാണ് അവിടെ ജീവിക്കുന്നത്. എപ്പോൾ വേണേലും ആന വരാം. എൻ്റെ സഹോദരി നെല്ലിമംഗലത്തിന് ഇക്കരെ അവരുടെ തറവാട് ഹസ്ബൻഡിൻ്റെ വീട്. അപ്പം കരിമണലിൽ കൊണ്ട് മേടിക്കും. അവിടെ ഒരു പ്ലോട്ട് മേടിച്ചു. ഒരു റിസോർട്ടിന് വേണ്ടിയിട്ട് എന്ന നിലയിലൊക്കെ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ അവിടെ ആന വന്നു. അപ്പോൾ അവിടെ ജീവിക്കുക, ഒരു സ്ഥലത്ത് നമ്മൾ സുരക്ഷിതരല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ ജീവനും ജീവിതവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ ബാധ്യതപ്പെട്ട ആളുകൾ, സർക്കാരുകൾ അതിൻ്റെ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും കർഷകരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും ചിന്തകളൊക്കെ കൂട്ടായിട്ട് നമ്മൾ എപ്പോൾ നടത്തി തുടങ്ങാൻ കഴിയുമോ അന്നേരം മാത്രമേ നമുക്കതിന് ഒരു പരിഹാരം നേടിയെടുക്കാനും കഴിയുകയുള്ളൂ എന്ന് തുടക്കത്തിൽ ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.